പ്രോറ്റം സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കാത്തതിൽ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. പാനലിലുള്ള പ്രതിപക്ഷ എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തില്ല. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നതായി കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. 18ാം ലോക്സഭയുടെ ആദ്യ ദിനത്തിൽ തന്നെ പ്രതിപക്ഷം എങ്ങനെയാകും വരുന്ന 5 വർഷത്തെ സർക്കാരിനോടുള്ള സമീപനമെന്ന സന്ദേശം നൽകി. പ്രോടേം സ്പീക്കർ പാനലിൽ നിന്ന് വിട്ടുനിൽക്കാനായിരുന്നു ഇന്ത്യ പാർട്ടികളുടെ തീരുമാനം. പാനലിലെ എംപിമാരെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ്, ടി.ആർ. ബാലു, സുദീപ് ബന്ദോപാധ്യായ എന്നീ പ്രതിപക്ഷ എംപിമാർ ക്ഷണം നിരസിച്ചു. ശ്രീ സുരേഷ് കൊടിക്കുന്നിൽ, ശ്രീ തലിക്കൊട്ടായി രാജു തേവർ ബാലു, സ്പീക്കർ had received തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി കുറ്റപ്പെടുത്തി. ഇന്ത്യ സഖ്യം തീരുമാനിച്ചത് പ്രോട്ടേം സ്പീക്കറെ സഹായിക്കുന്ന പാനലിൽ ഞങ്ങൾ 3 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് ഞാനും, DMK നിന്ന് ടി.ആർ. ബാലുവും, അതോടൊപ്പം TMC നിന്ന് സുദീപ് ബന്ദോപാധ്യായും. ഞങ്ങൾ ഇന്ത്യ സഖ്യം നേതൃത്വം തീരുമാനിച്ച് 3 പേരും പ്രോട്ടേം സ്പീക്കറെ അസിസ്റ്റ് ചെയ്യുന്ന പാനലിൽ പങ്കെടുക്കേണ്ട. എന്തായാലും ഇന്ത്യ സഖ്യം ഇത് ഗൗരവമായി എടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ നിഷേധിക്കാനും അവസരങ്ങൾ തരാതിരിക്കാനുള്ള ശ്രമമാണ് ഇത് നടത്തുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയപ്പോൾ നീറ്റ് വിഷയം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. രാവിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഒത്തുകൂടിയ ശേഷമാണ് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിലെത്തിയത്. റിപ്പോർട്ടർ, ദില്ലി.